Hi dears, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇനിയിപ്പോൾ നമുക്ക് നോമ്പൊക്കെ അല്ലേ വരുന്നത്. നോമ്പിനായാലും അല്ലാത്ത സമയത്തായാലും വീട്ടമ്മമാർക്ക് അവരുടെ ജോലി ഭാരം എളുപ്പം കുറയ്ക്കാനുള്ള, അതായത് കുക്കിംഗ് വളരെ ഈസി ആക്കാനുള്ള കുറച്ച് സൂപ്പർ ടിപ്സ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ചില ടിപ്സൊക്കെ ഞാൻ ഓൾറെഡി ഇട്ടതാണ്. അപ്പോൾ കാണാത്തവർ വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്നിച്ചെല്ലാം കൂടി ഇട്ടത്. ഈ ഒരു ടിപ്സൊക്കെ നമ്മൾ ചെയ്തെടുക്കുന്നത് എയർ ഫ്രയറിലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ചെയ്തെടുക്കുന്നത് പഴം പുഴുങ്ങിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. പഴം നമുക്ക് ഇനിയിപ്പോൾ നോമ്പാണെങ്കിൽ ഉന്നക്കായ ഉണ്ടാക്കാനും അതുപോലെ തന്നെ ചില ആളുകൾ അത്താഴത്തിനൊക്കെ പഴം കഴിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ പഴം നമുക്കിതിൽ വളരെ എളുപ്പത്തിൽ പുഴുങ്ങിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ പഴം അതിൽ രണ്ട് സൈഡും കട്ട് ചെയ്ത് 180 ഡിഗ്രിയിൽ 7 മിനിറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് തിരിച്ചും മറിച്ച് ഇടുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിയാൽ മതി. നല്ല പഴുത്ത പഴമാണെങ്കിൽ നമുക്ക് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ സംഭവം ശരിയായി കിട്ടും. അതിപ്പോൾ ഇനി നമ്മൾ കുക്കർ എടുക്കാനും അല്ലെങ്കിൽ പിന്നെ പാത്രത്തിൽ വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാനൊന്നും നിൽക്കണ്ട. എയർ ഫ്രയറിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഉന്നക്കായൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ വെള്ളമായിട്ട് നിൽക്കില്ല. നമ്മൾ കുക്കറിലൊക്കെ ആണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടല്ലേ വേവിച്ചെടുക്കുക. അപ്പോൾ ഉന്നക്കായൊക്കെ ഇങ്ങനെ പുഴുങ്ങിയെടുക്കുന്നത് നല്ല എളുപ്പത്തിൽ പരിപാടി അവസാനിക്കും കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്തൊരു ടിപ്പ് എന്താണെന്ന് നോക്കാം. നമുക്ക് വെളുത്തുള്ളി ഒന്ന് പെട്ടെന്ന് എങ്ങനെ തൊലി ഇളച്ചിനെടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് 190 ഡിഗ്രിയിൽ 2 മിനിറ്റ് നമുക്ക് വെളുത്തുള്ളി ഒന്ന് എയർ ഫ്രയറിൻ്റെ ട്രയൽ ഇട്ട് കൊടുത്താൽ നമുക്കുണ്ടല്ലോ ചെറിയ ഒരു ചൂടോട് കൂടി കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് അങ്ങ് തിരുമ്പിയെടുത്താൽ എല്ലാതും പെട്ടെന്ന് തന്നെ നമുക്ക് തൊലി കളഞ്ഞെടുക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ഇത് ഞാൻ ഇപ്പോൾ കുറച്ചേ കാണിക്കുന്നുള്ളൂ, നിങ്ങൾക്ക് കുറേ വേണമെങ്കിൽ അതുപോലെ ചെയ്തെടുക്കാം. ഇതൊന്ന് ചെറിയ ചൂടോട് കൂടി വേണം കൈ കൊണ്ട് ഇതൊന്നും ഇങ്ങനെ തിരുമ്മിയെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. ഇനി അടുത്തത് നമുക്ക് പൊട്ടാറ്റോ വേവിച്ചെടുക്കാം കേട്ടോ. അതായത് നടുവിൽ അതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് പൊട്ടാറ്റോ എയർ ഫ്രയറിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ടുണ്ടല്ലോ നമുക്കൊരു 8 മിനിറ്റ് ഒരു 180 ഡിഗ്രിയിൽ ഒന്നങ്ങ് വേവിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോഴത്തേക്കും കറക്റ്റായിട്ട് വെന്ത് കിട്ടും. ഇനി നമുക്ക് കുക്കർ എടുക്കാനും വേവിക്കാനും ഒന്നും നിൽക്കണ്ട. ഇനി ഉണ്ടല്ലോ ഞാൻ നേരത്തെ ഇങ്ങനെ പറഞ്ഞില്ലേ നടുവിൽ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാൻ, അത് നമുക്ക് അതിൻ്റെ ഈ ബാക്കിലൊന്നും ഇങ്ങനെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ തൊലി ഉരിച്ച് കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്താൽ കബാബ്സ് ഉണ്ടാക്കാനും അതുപോലെ കട്ട്ലേറ്റ് ഉണ്ടാക്കാനും ഒക്കെ എളുപ്പമാണ്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഉടച്ചെടുക്കാതെ നമുക്ക് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ കറികളിൽ ചേർത്ത് കൊടുക്കാം, വെന്തതല്ലേ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളുടെ പരിപാടി കഴിയും. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. ഇനി ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് സവാള വറുത്തെടുക്കുക. ഇനി ആവശ്യത്തിനുള്ള സവാള അരിഞ്ഞെടുത്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് തിരുമ്മിയെടുക്കുക. ഇനി 160 ഡിഗ്രിയിൽ ആദ്യം നമ്മളൊരു 30 മിനിറ്റ് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. 10 മിനിറ്റ് ആയതിന് ശേഷം നമ്മൾ 150 ഡിഗ്രിയിലേക്ക് മാറ്റിയിട്ട് നമുക്കുണ്ടല്ലോ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്നങ്ങ് വറുത്തെടുക്കാം. പിന്നെ അതിൽ എണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല, ഒട്ടും തന്നെ കരിഞ്ഞു പോകുകയൊന്നുമില്ല. നല്ല ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് സവാള വറുത്തെടുക്കാനായിട്ട് പറ്റും. ഇനി ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് തേങ്ങ വറുത്തെടുക്കുക എന്നുള്ളത്. വളരെ ഈസി ആയിട്ട് നമുക്ക് എയർ ഫ്രയറിൽ തേങ്ങ വറുത്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എത്ര തേങ്ങയാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ തേങ്ങ എടുക്കുക. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നുകിൽ ഫ്രഷ് ആയിട്ട് ചിരവിയെടുത്ത തേങ്ങ അല്ലെങ്കിൽ ഫ്രീസറിലുള്ളതാണെങ്കിൽ ഐസൊക്കെ പോയി തണുപ്പൊക്കെ വിട്ടതിന് ശേഷം മാത്രം നമ്മൾ എടുക്കുക കേട്ടോ. അല്ലെങ്കിൽ എയർ ഫ്രയറിൽ വെച്ചാൽ അത് കരിഞ്ഞു പോവുകയും ചെയ്യും, ഒത്തിരി സമയം എടുക്കുകയും ചെയ്യും. എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഈ തേങ്ങ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങ് കറക്കിയെടുക്കാം കേട്ടോ. അതായത് ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തേങ്ങ വറുത്തെടുക്കാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ എയർ ഫ്രയറിലല്ല ചെയ്യുന്നതെന്ന് വെച്ചാലും ഇതുപോലെ ചെയ്തിട്ട് വേണം സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് വറുത്തെടുക്കാൻ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വറുത്തെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഞാൻ തേങ്ങ ഒരു സിലിക്കൻ്റെ ട്രേയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് വീഡിയോസ് ഞാൻ ഇതിൻ്റെ മുന്നേ ചെയ്തിട്ടുണ്ട്. ഈ തേങ്ങ വറുക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ്. പിന്നെ കാണാത്തവർക്ക് വേണ്ടി നോമ്പൊക്കെ അല്ലേ ഒന്നും കൂടി ജസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നതെന്നുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഈ സിലിക്കൻ്റെ ട്രേ എയർ ഫ്രയറിൻ്റെ ട്രേയിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുക. ഒരുപാട് തേങ്ങ വരുത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ പെട്ടെന്ന് അപ്പോൾ നമുക്ക് വറുത്തെടുക്കാൻ പറ്റില്ല, ടൈമറും കൂടുതൽ വെച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ എയർ ഫ്രയർ ഓൺ ചെയ്തതിന് ശേഷം അതൊരു 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് വെച്ച് കൊടുക്കുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് ഒരു 3 മിനിറ്റ് ആകുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് നമ്മൾ മാനുവൽ മോഡിലാണ് കേട്ടോ സെറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഒരു 3 മിനിറ്റ് ആകുമ്പോൾ ജസ്റ്റ് എയർ ഫ്രയർ ഒന്ന് തുറക്കുക, എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അത്രേ ആവശ്യമുള്ളൂ. അങ്ങനെ 10 മിനിറ്റ് ആയിട്ട് കറക്റ്റായിട്ട് തന്നെ നമുക്ക് തേങ്ങ വറുത്തെടുക്കാനായിട്ട് പറ്റും. വളരെ ഈസിയാണ്. നമ്മൾ സാധാരണ സ്റ്റൗവിലൊക്കെ വെച്ചിട്ട് തേങ്ങ വറുത്തെടുക്കുമ്പോൾ അത് കരിഞ്ഞു പോവുകയും ചെയ്യും, ഒരുപാട് സമയം നമ്മൾ നിൽക്കുകയും വേണം. അപ്പോൾ അതിനൊന്നും നിൽക്കണ്ട, ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇനി നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ തേങ്ങ വറുക്കുന്നതിൻ്റെ വേറെ തന്നെ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് എല്ലാവരും പോയി കണ്ടു നോക്കുക.
ഇനിയിപ്പോൾ ദാ അടുത്തൊരു ടിപ്പ് നോക്കാം. 1 കിലോ തക്കാളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഈ ഒരു മേൽഭാഗം കട്ട് ചെയ്ത് കളഞ്ഞതിൻ്റെ ശേഷം നമുക്ക് ഇതിനെ രണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ തക്കാളിയുടെ പേസ്റ്റാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് നമ്മൾ കറികളിലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവി ആയിട്ട് കറി ശരിയായി കിട്ടും. പിന്നെ അത് മാത്രമല്ല, തക്കാളി വഴറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം എടുക്കുന്നതാണ്. അപ്പോൾ നോമ്പിനൊക്കെ അത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനിത് രണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മളുടെ എയർ ഫ്രയറിലെ ട്രേയിലേക്ക് ഒരു സിലിക്കണിൻ്റെ ട്രേയിൽ വെച്ച് കൊടുത്തതിന് ശേഷം എയർ ഫ്രയറിൻ്റെ ട്രേയിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് ഒരുപാടുള്ളത് കാരണം നമ്മൾ കുറച്ചധികം ടൈം എടുക്കും. കുറച്ചൊക്കെ ആണെങ്കിൽ ഒരു 5-6 തക്കാളിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് കുക്കായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഞാനിപ്പോൾ പേസ്റ്റ് ഉണ്ടാക്കി വെക്കുന്നത് കൊണ്ട് കുറച്ചധികം തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് സമയം. അതുപോലെ തന്നെ 170 ഡിഗ്രി. എന്നിട്ട് നമുക്കിത് ജസ്റ്റ് ഒന്ന് ചൂടാറിയിട്ട് വരുമ്പോൾ ഇതിൻ്റെ മേൽഭാഗത്തുള്ള തൊലിയില്ലേ പെട്ടെന്ന് തന്നെ നമുക്കങ്ങ് എടുക്കാൻ പറ്റും കേട്ടോ. എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്നങ്ങ് പേസ്റ്റാക്കി എടുക്കാം. കണ്ടോ, നല്ല റെഡ് കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് തക്കാളിയുടെ കളറാണ് കേട്ടോ. ഇനി നമുക്കിതിനെ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നങ്ങ് തിളപ്പിച്ചെടുക്കുക. കൂടെ തന്നെ ഉണ്ടല്ലോ ഒരു ടേബിൾ സ്പൂണോളം വിനാഗിരിയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് തന്നെ ഒന്നങ്ങ് തിളപ്പിച്ചെടുക്കുക. അതിൽ നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഇതുപോലെ നമുക്ക് ഇനി ഒരു കണ്ടെയ്നർ ബോക്സിൽ തിളച്ചതിന് ശേഷം ആക്കി വെക്കാം. ഫ്രിഡ്ജിൽ തന്നെ വെക്കണം. എന്നിട്ട് നമുക്ക് കറികളൊക്കെ ഉണ്ടാക്കി എടുക്കുമ്പോണ്ടല്ലോ ഒരു 2-3 ടേബിൾ സ്പൂൺ എത്രയാണോ അതിൻ്റെ അനുസരിച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ല തിക്കായിട്ടുള്ള ഗ്രേവി. അതുപോലെ തന്നെ സമയം പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ ടൊമാറ്റോ പേസ്റ്റ് ഉണ്ടാക്കി വെച്ചാൽ വളരെ ഈസിയാണ് കറികളൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗാർലിക് പൗഡറാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി നമ്മൾ അതിൻ്റെ ആ നടുവിലുള്ള തണ്ടും അതുപോലെ തന്നെ മേലെയുള്ള പാട പോലത്തെ തൊലിയും മാത്രമേ കളയുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുത്തതിൻ്റെ ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങ് ക്രഷ് ചെയ്തെടുക്കുക. ഒരുപാട് അങ്ങ് പേസ്റ്റ് ആക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എന്നിട്ടുണ്ടല്ലോ ഒരു സിലിക്കണിൻ്റെ ട്രേയിലേക്ക് ഞാൻ ഇതെല്ലാം കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് പരത്തി വെച്ചതിൻ്റെ ശേഷം നമുക്ക് എയർ ഫ്രയറിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ടൈമും ഇതും സെറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു 10 മിനിറ്റാണ് ടൈം. മാനുവൽ മോഡിൽ 180 ഡിഗ്രിയിൽ 10 മിനിറ്റാണ് ഞാൻ സെറ്റ് ചെയ്തെടുക്കുന്നത്. ഓരോ 3 മിനിറ്റ് ആകുമ്പോഴും ജസ്റ്റ് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. 10 മിനിറ്റ് കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെളുത്തുള്ളി ഇതാ നന്നായിട്ട് തന്നെ അങ്ങ് മൊരിഞ്ഞ് കിട്ടും. എന്നിട്ടുണ്ടല്ലോ ചെറിയൊരു ചൂടോട് കൂടിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട്, അതായത് മിക്സിയുടെ ജാറിൽ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവരുത് കേട്ടോ, ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇത് എത്ര കാലം വേണേലും നമുക്ക് പുറത്ത് വയ്ക്കാം. അതുപോലെ തന്നെ ഇത് നമുക്ക് മീനും ചിക്കനും ഒക്കെ മസാല പുരട്ടിയെടുക്കാനും കറികളിലും തോരനിലും ഒക്കെ ഇച്ചിരി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ ചിക്കൻ കറി ആയാലും ബീഫ് കറി ആയാലും എല്ലാം നമ്മൾ ഉണ്ടാക്കുമ്പോൾ സവാള ഒന്ന് വഴറ്റിയെടുക്കാറുണ്ട് അല്ലേ. ഒരുപാട് സമയം നമ്മൾ കുക്കറിലാണെങ്കിലും ഒക്കെ സവാള വഴറ്റി നിൽക്കണം. അപ്പോൾ അതാ നമ്മൾ സവാള അരിഞ്ഞെടുത്തതിൻ്റെ ശേഷം എയർ ഫ്രയറിൽ ഒരു 2 മിനിറ്റ് 180 ഡിഗ്രിയിലൊന്ന് വെച്ചെടുത്താൽ മതി. അപ്പോൾ തന്നെ സവാള നന്നായിട്ട് വെന്ത് കിട്ടും. പിന്നെ നമുക്ക് കറികളിലേക്ക് ചേർത്ത് കൊടുക്കാൻ വളരെ ഈസിയാണ്. ഒരു ഇച്ചിരി എണ്ണ ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി. വാറ്റിയെടുക്കുന്നത് വേണ്ട, മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ മുട്ട നമുക്ക് എളുപ്പത്തിൽ തന്നെ എയർ ഫ്രയറിൽ പുഴുങ്ങിയെടുക്കാം കേട്ടോ. ഇതെല്ലാവരും ചോദിക്കും പൊട്ടിത്തെറിക്കുമോയെന്ന്. ഇത് പൊട്ടിത്തെറിക്കുകയൊന്നുമില്ല. ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. 180 ഡിഗ്രിയിൽ 5 മിനിറ്റാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിക്കോളൂ. ഒന്നും സംഭവിച്ചിട്ടില്ല. കണ്ടോ, ഞാനൊരു 3 മിനിറ്റ് ആയപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയതാണ്. അതിന് ശേഷം ഉണ്ടല്ലോ നല്ല തണുത്ത വെള്ളത്തിൽ ഈ മുട്ട ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം. ഏത് രീതിക്ക് വേണമെങ്കിലും നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കറിക്കായതുകൊണ്ട് 2 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടാണ്. അപ്പോൾ എല്ലാ ടിപ്സും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ലെങ്ത് ആവാതെ ഇരിക്കാനാണ് ഞാൻ ഇനി അടുത്തൊരു ടിപ്പായിട്ട് വേറെ വീഡിയോ ചെയ്യാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.